യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഇന്ന് ലോകം മുഴുവൻ ആഡംബരത്തിൻ്റെയും ധനസമ്പാദനത്തിൻ്റെയും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. അതിനുവേണ്ടി മനുഷ്യൻ അനേകം പാപകരമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാതെ പണം സമ്പാദിക്കാനുള്ള അത്യാഗ്രഹം അവനെ പാപകരമായ വഴികളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. യഥാർത്ഥമായ സമ്പത്ത് ദൈവഭക്തിയാണെന്ന് പഠിപ്പിച്ചു തരികയാണ് ഇന്നത്തെ ഷെമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. അച്ഛനിലൂടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ ഷെമ ഇസ്രായേലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ മാസം 25-ാം തീയതി പെട്ടെന്നൊരു വയറ്റുവേദന എൻ്റെ പപ്പായ്ക്ക് അനുഭവപ്പെട്ടു. ഉടൻ തന്നെ കാരിത്താസിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു വയറ്റിനുള്ളിൽ ഒരു കല്ലുണ്ട്, അതിൻ്റെതാണ് ഈ വേദന, 5 ദിവസത്തെ ഇഞ്ചക്ഷൻ എടുക്കാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വേദന കൂടുതലായി. MRI സ്കാനിങ് ചെയ്തു. പിന്നെ അവരൊന്നുകൂടെ MRCUP എന്ന് പറഞ്ഞ സ്കാനിങ്ങും കൂടെ ചെയ്തപ്പോൾ കല്ല് തന്നെയാണ്. അതിൻ്റെ പഴുപ്പും ഇൻഫെക്ഷനും എല്ലാം ബ്ലഡിൽ അലിഞ്ഞു, ഇൻഫെക്ഷനായി എന്ന് പറഞ്ഞു. പിന്നീട് ചൊവ്വാഴ്ചത്തേക്ക് ഓപ്പറേഷൻ തീരുമാനിച്ചു. ശനിയാഴ്ച ഞാനിവിടെ വന്ന് കാരിച്ചനോട് വിവരം പറഞ്ഞു. കാരിച്ചൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, സൗഖ്യം കിട്ടും, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ 10 തൊട്ട് 11 മണി വരെയുള്ള ആരാധനയിൽ പങ്കെടുത്തിട്ട് ഞാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി. പപ്പ ICUവിലായിരുന്നു. ചൊവ്വാഴ്ച ഓപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറായി. അനസ്തേഷ്യയുടെ ഡോക്ടറും ഹാർട്ടിൻ്റെ ഡോക്ടറും മെഡിസിൻ്റെ ഡോക്ടറും ഗ്യാസ്ട്രോയുടെ ഡോക്ടറും പറഞ്ഞു പപ്പായ്ക്ക് ഓപ്പറേഷൻ്റെ സമയത്ത് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹാർട്ടിലോട്ടുള്ള പമ്പിങ് 35%. ബൈപ്പാസ് സർജറിയുടെ ഗ്യാരണ്ടി പീരീഡ് എല്ലാം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഞങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പപ്പ ഒരുങ്ങി. ഞാൻ ആ സമയത്ത് TV-യിൽ ഷെമ ഇസ്രായേൽ എന്ന് അനീഷച്ചൻ്റെ ദൈവവചന പ്രഘോഷണം നടക്കുകയായിരുന്നു. ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ ഈ TV-യിലൂടെ കാണുന്ന ദൈവവചനം പപ്പ ശ്രവിക്ക്. ഉത്ഭവപാപം വരെ നമുക്ക് എടുത്തു കളയുന്ന വൈദികരിലൂടെ ഈശോയാണ്. അപ്പോൾ ഈശോ തന്നെയാണ് ഇവിടെ രോഗസൗഖ്യം തരുന്നത്, പപ്പ വിശ്വസിക്കണം എന്നെല്ലാം പറഞ്ഞു പപ്പാനെ ഒരുക്കി. പപ്പ പറഞ്ഞു ഞാനിത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു മോനെ, എനിക്കതിൽ അവിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്ക് ഉള്ളിൽ പേടിയായിരുന്നു, ഇനി പപ്പായെ കിട്ടത്തില്ലല്ലോ ഈ ഓപ്പറേഷനിലൂടെ, ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലൂടെ പോയി. അപ്പോൾ അച്ഛൻ പറയുന്നു ഒന്ന് ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ലായിരുന്നു. എങ്കിലും ഒരു വാക്ക് എൻ്റെ മനസ്സിൽ പതിഞ്ഞു, എളിമപ്പെട്ട ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം എന്ന്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, എൻ്റെ ഈശോയെ എന്നോട് ക്ഷമിക്കണം, എളിമയോടുകൂടി ഞാൻ ചോദിക്കുവാണെങ്കിൽ പിതാവേ നിൻ്റെ ഇഷ്ടമല്ലേ നിറവേറേണ്ടത് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. എൻ്റെ ഈശോയെ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ ബലഹീനതയിൽ എപ്പോഴും എൻ്റെ തമ്പുരാനാണ് എൻ്റെ കൂടെയുള്ളത്. നാം ആ പാപാവസ്ഥയെ തിരിച്ചറിയുമ്പോഴാണ് ദൈവസ്നേഹം നമ്മളിലോട്ട് കടന്നു വരുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈശോയെ നിൻ്റെ ഇഷ്ടം പോലെ തന്നെ സംഭവിക്കട്ടെ, എനിക്കതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നുമില്ല. എൻ്റെ അപ്പനെയും അമ്മയേക്കാൾ ഞാൻ അധികമായിട്ട് നിന്നെ സ്നേഹിക്കുന്നു, എന്നോട് ക്ഷമയായിരിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. ഓപ്പറേഷനായിട്ട് പപ്പാനെ കൊണ്ടുപോയി തിയേറ്ററിൽ കയറ്റുന്നതിന് മുന്നേ അവർ പറഞ്ഞു ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുമെന്ന്. എൻഡോസ്കോപ്പി ചെയ്തപ്പോഴത്തേക്കും ആ ഭാഗത്ത് കല്ല് കാണാനേ ഇല്ല. പകരം
ദഹനരസം പോകുന്ന ട്യൂബ് ഒന്ന് ചുരുണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അവരവിടെ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റഡ് ഇട്ട് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ പപ്പാനെ പുറത്തിറക്കി. പപ്പ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി പപ്പയുടെ സ്വന്തമായിട്ടുള്ള എല്ലാം പപ്പ ചെയ്യുന്നു. ഈശോയുടെ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഇന്നത്തെ ക്ഷേമ ഇസ്രായേലിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാൻ പോകുന്ന വചനവും വചനവ്യാഖ്യാനവും ശ്രദ്ധാപൂർവ്വം നമുക്ക് കേൾക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾ ശാന്തമായിരുന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരുവാനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുവാനും ആത്മാവ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും പ്രവർത്തിക്കുവാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ദൈവം മാനസാന്തരങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ നൽകട്ടെ. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്, ദൈവമാണ് നമ്മളോട് സംസാരിക്കുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവവചനം കേട്ടിട്ട് അത് അനുസരിച്ച് മാറ്റം വരുത്താത്തവൻ സ്വന്തം കണ്ണാടിയിൽ മുഖം നോക്കി സ്വന്തം മുഖത്ത് മാറ്റം വരുത്താത്തവനാണ്. കണ്ണാടിയിൽ മുഖം നോക്കുന്നവർ ആ കാണുന്ന പ്രകൃതമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. ദൈവവചനം മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ കടന്നു വരണമേ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വചനമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നൽകുന്നത്. അതിപ്രകാരമാണ്: ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമ്പത്തിനെ ദൈവം ഒരിക്കലും വെറുക്കുന്നില്ല. അല്ലെങ്കിൽ സമ്പത്ത് ഇല്ലാതായിരിക്കണം, നീ ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ മാത്രം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ദൈവം ആഗ്രഹിച്ചിരുന്നെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം അവന് വേണ്ടിയുള്ള സൃഷ്ട വസ്തുക്കളെ ഒരുക്കുമായിരുന്നില്ല. എല്ലാറ്റിൻ്റെയും ഒടുവിലാണ് അവൻ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള മനുഷ്യനെ സൃഷ്ടിക്കുന്നതായി ഉൽപ്പത്തിയുടെ സൃഷ്ടി വിവരണത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ മനുഷ്യന് ആവശ്യത്തിന് സമ്പത്തും ആവശ്യത്തിന് സൗകര്യങ്ങളും എല്ലാം ഉണ്ടാകണമെന്നുള്ള ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. എന്നാൽ ഈ സമ്പത്തിനെ, ദൈവം സൃഷ്ടിച്ച ഈ സമ്പത്തിനെ നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് വിനിയോഗിക്കുമ്പോൾ അത് തിന്മയായിട്ട് മാറുന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന സക്കേവൂസ് എന്ന് പറയുന്ന ചുങ്കക്കാരൻ. അവൻ ചുങ്കം പിരിക്കുന്നതിലെ തെറ്റല്ല, പക്ഷേ അവൻ അന്യായമായിട്ട് സമ്പാദിക്കുന്നതിലെ തെറ്റ് കർത്താവ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവൻ തിരിച്ചറിയുകയാണ്, അത് മാനസാന്തരം വരുത്തുകയാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്: ധനവാന്മാരെ, സമ്പന്നന്മാരെ, നിങ്ങൾക്ക് ദുരിതം. ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിച്ചാലും നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതുപോലെ സമ്പന്നന്മാർക്കെതിരെ പലപ്പോഴും സംസാരിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ പറ്റും. സമ്പത്ത് മോശമായതുകൊണ്ടല്ല, പക്ഷേ ദൈവം നൽകിയ സമ്പത്തിനെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് സമ്പത്ത് ഒരു തിന്മയായിട്ടല്ല, നന്മയായിട്ട് തന്നെ കാണണം. നമ്മൾ നിയമാവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായത്തിൽ ദൈവം ഒരു കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനോട് പറയുകയാണ്: ഞാൻ നിങ്ങളുടെ മുൻപിൽ നന്മയും തിന്മയും ജീവനും മരണവും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. ദൈവം നമ്മുടെ മുമ്പിൽ എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് സ്വീകരിക്കാൻ സാധിക്കുന്നതിനെ സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് സ്വീകരിക്കാൻ പാടില്ലാത്തതിനെ തിരസ്കരിക്കുകയും ചെയ്യേണ്ടത് എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, 2 കാര്യങ്ങൾ ദൈവം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ. ഒന്ന്, നീ എന്തൊക്കെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണമെന്ന് ദൈവം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കും, ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും നീ ചെയ്തിരിക്കണമെന്ന് ദൈവം പഠിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിർബന്ധമായ കൽപ്പനയാണ്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്ന് പറയുന്നത് നിർബന്ധമായ കൽപ്പനയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളത് നിർബന്ധമായ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ബൈബിളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ കൽപ്പനകളുടെ സാരാംശം, ആ കൽപ്പനകളുടെ ഉള്ളിൽ വരുന്ന ഒരുപാട് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ദൈവം വചനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്.
ഇനിയും ചെയ്യരുത് എന്ന് നിർബന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികളിലേക്ക് നമ്മൾ വ്യാപരിക്കുമ്പോൾ അത് തിന്മയായിട്ട് മാറും, അത് മരണമായിട്ട് മാറും, അത് തിന്മയായിട്ടും മരണമായിട്ടും മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം ചെയ്യരുത്, ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ, ചില നന്മയും തിന്മയും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ചിലർക്ക് നന്മയായത് ചിലർക്ക് തിന്മയായിട്ട് മാറാം. ഉദാഹരണം, നമ്മുടെ ജീവിതാന്തസ് പ്രകാരം ആണ് അത് തീരുമാനിക്കപ്പെടുക. നീ എവിടെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, ആ നന്മയും തിന്മയും വിഭജിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുക. നന്മയേതെന്നും സമ്പത്ത് അത്തരത്തിലുള്ളതാണ്. സമ്പത്ത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തിന്മയല്ല, എന്നാൽ അത് തിന്മയായിട്ട് മാറാം. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുമുണ്ട്, സാമ്പത്തികമായ ഭൗതികമായ കാര്യങ്ങൾ. അത് ഉപയോഗത്തിനനുസരിച്ച് നീ ആരെന്നുള്ള വ്യക്തി അനുസരിച്ച് അത് നന്മയും തിന്മയുമായിട്ട് മാറാം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സംഭവിക്കാനിടയുള്ള ചില അപകടങ്ങൾ. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിൽ ഉൾപ്പെടും. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും പ്രലോഭനം എന്ന് പറയുന്നത് പിശാച് നൽകുന്നതാണ്. പ്രലോഭനം ഒരിക്കലും ദൈവം നൽകാറില്ല. ഈശോയെ നമ്മൾക്ക് പരീക്ഷിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന പ്രലോഭകനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പിശാചിനിട്ടിരിക്കുന്ന പേര് തന്നെ, സാത്താനിട്ടിരിക്കുന്ന പേര് തന്നെ പ്രലോഭകൻ എന്നാണ്. അതിനുശേഷം ഈശോയെ പ്രലോഭകൻ ആണ് പ്രലോഭിപ്പിക്കുന്നത്. അപ്പോൾ പിശാചിൻ്റെ പേരാണ് പ്രലോഭകൻ. അപ്പോൾ ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ പ്രലോഭനം. പ്രിയപ്പെട്ടവർ, ഈ ഒരു പ്രലോഭനമാണ് പലരെയും തെറ്റായ ചിന്തയിലേക്ക് നയിക്കുന്നത്. സമ്പത്ത് ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആ പ്രലോഭനം, തിന്മയിലൂടെ പണമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. ആരെയെങ്കിലും പറ്റിച്ചിട്ടാണെങ്കിലും, ആരെയും വഞ്ചിച്ചിട്ടാണെങ്കിലും, മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ചെടുത്തിട്ടാണെങ്കിലും, കൈക്കൂലി മേടിച്ചിട്ടാണെങ്കിലും, കള്ളപ്പലിശ മേടിച്ചിട്ടാണെങ്കിലും പണമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിന് വശംവദരാകുന്നവരാണ്. ഈ പ്രലോഭനം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ കരിഞ്ചന്തയോ പൂഴ്ത്തിവയ്പ്പോ ഒക്കെ നടത്തി പണമുണ്ടാക്കുന്ന വ്യക്തികൾ ഈ പ്രലോഭനത്തിൽ പെട്ടുപോകുന്നവരാണ്. പ്രലോഭകൻ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രലോഭകൻ്റെ ദൗത്യമാണ് പ്രലോഭിപ്പിക്കുക എന്നുള്ളത്. ആ പ്രലോഭനത്തിൽ വീഴുന്നവർക്കാണ് പ്രിയപ്പെട്ടവരെ നഷ്ടങ്ങൾ, കുറവുകൾ ഉണ്ടാവുക. നഷ്ടമുണ്ടാവുക ദൈവത്തിനാണ്. കാരണം ദൈവത്തിൻ്റെ ഒരു മകൻ പ്രലോഭനത്തിൽ വീണ് പിശാചിന് അടിമയായിട്ട് തീരുന്നു. എന്നാൽ അതുപോലെ തന്നെ നഷ്ടമുണ്ടാകുന്നത് ആ വ്യക്തിക്ക് തന്നെയാണ്. ഒരുവൻ തൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നു. സമ്പത്തിന് വേണ്ടി എന്ത് ആഗ്രഹങ്ങൾ നെയ്തു കൂട്ടുമ്പോൾ, തിന്മയുടെ വഴികളിലൂടെ സമ്പാദിക്കുമ്പോൾ അത് നഷ്ടമാകുന്നു. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി തിന്മയുടെ വഴികൾ തിരഞ്ഞെടുത്ത് താൽക്കാലികമായിട്ട് ലാഭമുണ്ടാകുകയും പിന്നീട് ജീവിതത്തിൽ നിരാശപ്പെട്ട് തകർച്ചയിലേക്കും നഷ്ടങ്ങളിലേക്കും കഷ്ടപ്പാടുകളിലേക്കും കുടുംബം മുഴുവനും തകർച്ചയുടെ നടുവിലേക്കും കടന്നു പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുക. ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രലോഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമ്പത്ത് മോശമായ രീതിയിൽ, അനാവശ്യമായ, ദൈവം അനുവദിക്കാത്ത രീതിയിൽ സാമ്പത്തികമായിട്ട് ഉയരാനുള്ള വഴികൾ കർത്താവ് പ്രലോഭകൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. അതിനെ സ്വീകരിക്കാതെ തിരസ്കരിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടാകും. അതിനോട് നോ പറയുവാൻ യേശുവിൻ്റെ മുമ്പിലേക്ക് പ്രലോഭകൻ വന്നപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വചനത്തിന് വിരുദ്ധമായിട്ടാണ് ഇത് എന്ന് പറയാനായിട്ട് സാധിക്കണം. യേശുവിൻ്റെ മുമ്പിലേക്ക് വന്ന പ്രലോഭകനെ ഈശോ ആദ്യമായിട്ട് എതിർക്കുന്നത് ദൈവവചനത്തിന് വിരുദ്ധമാണ് നീ പറയുന്ന കാര്യങ്ങൾ, ദൈവകൽപ്പന അനുസരിച്ചല്ല ഈ ഒരു പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് ഈശോ പറയുകയാണ്. മനുഷ്യൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം ഇതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് പ്രലോഭനം വരുമ്പോൾ നമ്മൾ തോൽപ്പിക്കേണ്ടത് ദൈവവചനം അനുസരിച്ചാണോ നീ സമ്പാദിക്കുന്നത്? ദൈവം അനുവദിച്ചിരിക്കുന്ന മാർഗങ്ങളിലൂടെയാണോ നീ സമ്പാദിക്കുന്നത്? മദ്യം വിറ്റും മയക്കുമരുന്ന് വിറ്റും കള്ളക്കടത്ത് നടത്തിയും കള്ളക്കച്ചവടം നടത്തിയും മറ്റുള്ളവരെ വഞ്ചിച്ചും മറ്റുള്ളവരുടെ പറ്റിച്ചെടുത്തുമൊക്കെയാണ് നീ സമ്പത്തുണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നീ ആ ഒന്നാമത്തെ പ്രലോഭനത്തിൽ നിനക്ക് അതിജീവിക്കാൻ സാധിച്ചിട്ടില്ല. ഏത് പ്രലോഭനം? വചനം അനുസരിച്ചല്ല, അപ്പം കൊണ്ട് മാത്രമാണ് നീ ജീവിക്കുന്നതെന്ന് നീ ദൈവത്തിൻ്റെ മുമ്പിലും പിശാചിൻ്റെ മുമ്പിലും പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമത്തെ പ്രലോഭനത്തിൽ ഈശോ അതിജീവിക്കുന്നത് ദേവാലയത്തിന് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് താഴേക്ക് ചാടാൻ പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതേ പ്രലോഭനം സാമ്പത്തിക മേഖലയിൽ നമുക്കുണ്ടാവാം. സമ്പത്തും കാര്യങ്ങളുമൊക്കെ കുറയുമ്പോൾ എടുത്തു ചാടാനുള്ള പ്രലോഭനം. എങ്ങനെ എടുത്തു ചാടാൻ? പലപ്പോഴും പലരും ചെന്ന് ചാടുന്നതാണ്. 5 ലക്ഷം രൂപ കൊടുത്താൽ 2 വർഷം കഴിയുമ്പോൾ 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിക്കുന്ന ചില എടുത്തുചാട്ടങ്ങൾ.
ജോലി കിട്ടാനായിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ മതി. 2 വർഷത്തെ സർട്ടിഫിക്കറ്റ്, നീ 6 മാസം ജോലി ചെയ്തിട്ട് 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ നിനക്ക് ജോലി ചെയ്യാം. എടുത്തു ചാടാനുള്ള പ്രലോഭനമാണ്. അതിനുള്ളിൽ വീഴരുത്. പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ. അതുപോലെ തന്നെ കച്ചവടത്തിലും ഇങ്ങനെ എടുത്തുചാട്ടത്തിനുള്ള പ്രലോഭനങ്ങൾ പിശാച് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ച് തരും. സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിച്ച്, സാമ്പത്തികമായ ഉന്നമനം പ്രതീക്ഷിച്ച് അതിനകത്ത് വീണുപോയാൽ നീ എന്നേക്കുമായി വീഴപ്പെടും. മൂന്നാമത്തെ ഈശോയുടെ പ്രലോഭകനായ പിശാച് എങ്ങനെ പ്രലോഭിപ്പിക്കുമെന്ന് നമ്മളെ വെളിപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ഈശോയുടെ പ്രലോഭനം ഇതാണ്. മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സർവ്വലോകവും പിശാച് കാണിച്ചു കൊടുത്തു. ദൈവപുത്രനെ പിതാവായ ദൈവം സൃഷ്ടിച്ച ലോകം കാണിച്ചു കൊടുക്കുന്ന പിശാച്, അതിനുള്ളിൽ തന്നെ വൈരുദ്ധ്യാത്മകതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിക്കണം. എൻ്റെയും പിതാവ്, നിങ്ങളുടെയും പിതാവ്, നമ്മുടെ പിതാവായ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പിശാച് നമ്മളെ ഓരോരുത്തരെയും വലിയ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് പലതും കാണിച്ചു തരും. അത് സ്വന്തമാക്കാൻ പറ്റും, ഇത് നിനക്ക് സ്വന്തമാക്കാൻ പറ്റും, ഇത് നിനക്ക് സ്വന്തമാക്കാൻ പറ്റും. ഒന്നും ചെയ്യേണ്ട, നീ ദൈവത്തെ ആരാധിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, പകരം നീ ഒന്ന് മുട്ടുമടക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച വരുത്തുകയാണെങ്കിൽ, നിൻ്റെ ജീവിതത്തിലെ ചില നിയമങ്ങളോട്, ദൈവത്തിൻ്റെ കൽപ്പനകളോട് ഒരു ചെറിയ വിട്ടുവീഴ്ച വരുത്തുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരും എന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിക്കുന്ന പ്രലോഭകൻ സാമ്പത്തികമായി അല്ലെങ്കിൽ ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ചുറ്റിലും കറങ്ങി നടപ്പുണ്ട്, പതുങ്ങി നടപ്പുണ്ടെന്ന് തിരിച്ചറിയുക. പത്രോസ്ലീഹ പറഞ്ഞതുപോലെ സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ നിങ്ങളുടെ ചുറ്റുമുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്നു. ഇരയെ കിട്ടുമ്പോൾ വിഴുങ്ങുവാനുള്ള ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന പിശാചിനെ കാണാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒന്നിൻ്റെയും മുമ്പിൽ മുട്ടുകൾ മടക്കരുത്, ആരുടെയും മുമ്പിൽ മുട്ടുകൾ മടക്കരുത്. ചെറിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തിയാൽ ദൈവാനുഗ്രഹം കിട്ടും, അല്ലെങ്കിൽ സമ്പത്ത് കിട്ടുമെന്ന് പ്രലോഭനം കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ഉണ്ടാവണം. സാത്താനെ ദൂരെ പോകൂ, ഈ ചിന്തകൾ പിശാചിൻ്റെതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ലാഭങ്ങൾ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ബിസിനസ്സും എൻ്റെ കൃഷിയും എൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ തകർന്നു പോകും തിരിച്ചറിയുക. കാരണം ദൈവിക സംരക്ഷണം നിനക്ക് നഷ്ടപ്പെടും. പ്രലോഭനത്തിന് നീ അടിമപ്പെട്ടു പോയാൽ ദൈവിക സംരക്ഷണം നഷ്ടപ്പെടും. അത് ഏത് പാപത്തിൽ വീണാലും പ്രലോഭനത്തിന് അടിമപ്പെട്ട് പാപത്തിൽ വീഴുന്ന വ്യക്തിക്ക് ദൈവിക സംരക്ഷണം നഷ്ടപ്പെടും. പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവകോപമാണ്, ദൈവം ശിക്ഷിച്ചതാണ്, ദൈവത്തിൻ്റെ ശിക്ഷണമാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുന്ന ദൈവത്തിന് ശിക്ഷിക്കാൻ അറിയില്ല. ദൈവത്തിന് ശിക്ഷിക്കാൻ അറിയാമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു കുരിശിൽ മരിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് ശിക്ഷകളെയൊക്കെ പിൻവലിക്കാനും എല്ലാ ശിക്ഷകളും ഒഴിവാക്കാനും വേണ്ടിയാണ്. പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന മരണം പോലും ഒഴിവാക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, കുരിശിൽ മരിച്ചത് പാപികൾക്ക് വേണ്ടിയാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ പാപങ്ങൾക്ക് ഇനിമേൽ ശിക്ഷയില്ല. ആ ശിക്ഷയാണ് കുരിശിൽ ഈശോ ഏറ്റെടുത്തത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താണ് നീ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണം? നിന്റെ പാപത്തിൻ്റെ ശമ്പളം നീ മേടിക്കുകയാണ്. നീ ചെയ്തു കൂട്ടിയ തെറ്റുകളിലെ പ്രതിഫലം നീ വാങ്ങാതെ നിനക്ക് പറ്റില്ല. അത് ശമ്പളമാണ് വാങ്ങുന്നത്. നീ എന്ന് കർത്താവിൽ അത് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നുവോ, എന്ന് നിന്റെ പാപങ്ങൾ, നിന്റെ ചെയ്തികൾ നീ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് കെട്ടുന്നുവോ, അന്നത് ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അതുകൊണ്ട് പ്രലോഭനങ്ങൾ അടിമപ്പെടുത്താതിരിക്കാനായിട്ട് സൂക്ഷിച്ചു കൊള്ളുക. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും പ്രലോഭനത്തിലൂടെ കെണിയിലേക്ക് നയിക്കും. പ്രലോഭനം ചിന്തയിൽ മാത്രമാണ് ഉണ്ടാവുക, തീരുമാനങ്ങളിലാണ് പ്രലോഭനം ഉണ്ടാവുക. എന്നാൽ ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അടുത്ത വചനം കർത്താവ് പഠിപ്പിക്കുന്നു, കെണിയിലേക്ക് വീഴും. എന്താ കെണികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈച്ചകളെ പിടിക്കാനായിട്ട്, എലിയെ പിടിക്കാനായിട്ട്, ചില മൃഗങ്ങളെ പിടിക്കാനായിട്ട് കെണി ഒരുക്കും. കെണി ഒരുക്കി വെക്കുന്ന വ്യക്തി ആ കെണിക്കുള്ളിൽ വയ്ക്കുക ആകർഷകമായ വസ്തുക്കളായിരിക്കും. ആകർഷകമായത് ഏതെങ്കിലും മൃഗത്തെ പിടിക്കാനാണെങ്കിൽ ആ മൃഗത്തിന് പറ്റുന്ന ഭക്ഷണ പദാർത്ഥം അതിൽ ക്രമീകരിച്ച് വെച്ചിരിക്കും. അങ്ങനെ ആ ഏറ്റവും അധികം അതിനെ ആകർഷിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ മണമടിച്ച്, അല്ലെങ്കിൽ അത് കണ്ട് ആ മൃഗം അതിനുള്ളിലേക്ക് കയറുകയും അത് ഭക്ഷണമാണെന്ന്, അത് നല്ലതാണെന്ന് വിചാരിച്ച് അതിൽ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ ആ നിമിഷം തന്നെ ആ പക്ഷി അല്ലെങ്കിൽ ആ മൃഗം ആ കെണിക്കകത്ത് പെട്ടുകഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നു, ഈ പ്രലോഭനം ഒരു കെണിയാണ്. സമ്പത്ത്, ധനവാന്മാരാകണമെന്ന് ഉള്ള ആഗ്രഹം തന്നെ ഒരു കെണിയാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അടുത്ത വചനം പഠിപ്പിക്കുന്നു, എന്നിട്ടോ മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്കും നിബന്ധിക്കുന്നു. മനുഷ്യനെ അധപതനത്തിലേക്കും അതുപോലെ തന്നെ നാശത്തിലേക്കും. മനസ്സിലാക്കുക, ഇത്തരം വ്യാമോഹങ്ങളിൽ, ഇത്തരം പ്രലോഭനങ്ങളിൽ കെണിയിൽ അകപ്പെട്ട വ്യക്തി നിന്നെ നശിപ്പിക്കാനായിട്ടാണ് നോക്കുന്നത്.
ആ കെണിയിൽ അകപ്പെട്ട വ്യക്തി, ആ വ്യക്തിയുടെ നാശമാണ് പിശാച് ആഗ്രഹിക്കുന്നത്. കുടുംബം മാത്രമല്ല, വ്യക്തിപരമായ ജീവിതവും ജീവിത സാഹചര്യവും ഒക്കെ തകർന്നു പോകാനായിട്ട് ഇടയാകും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് സമ്പത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വചനം നമ്മുടെ മനസ്സിൽ ഓർക്കാം. പ്രലോഭനങ്ങൾ നമ്മളെ തിന്മയിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നത് ദൈവം വെറുക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടു പോകും. അനാവശ്യമായ, ദൈവം അനുവദിക്കാത്ത വഴികളിലൂടെ സമ്പത്തുണ്ടാക്കുക ആരുമായിക്കോട്ടെ, മറ്റൊരാളെ നോക്കി ആ ആൾ അത് ചെയ്യുന്നുണ്ട്, ഈ ആളിത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വയം ഒഴിവ് കഴിവ് പറയാതെ നീ തീരുമാനമെടുത്ത് തിന്മയിൽ നിന്നും പിന്മാറുക. ദൈവം നിന്റെ മാനസാന്തരം ആഗ്രഹിക്കുന്നു. സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ്, അത് നമുക്ക് ജീവിക്കാൻ വേണം. പക്ഷേ തിന്മയുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് നല്ല മാർഗങ്ങളിലൂടെ സമ്പത്ത് സമ്പാദിക്കട്ടെ. പിശാചിൻ്റെ അടിമയായി തീരുവാൻ, സമ്പത്തിൻ്റെ പിന്നാലെ പോയി, ധനത്തിൻ്റെ പിന്നാലെ പോയി പിശാചിൻ്റെ അടിമയാകാതിരിക്കാൻ സൂക്ഷിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സ്ഥാപനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, യേശുവേ. ദിവ്യകാരുണ്യത്തിലെ ഈശോ, ഇത്രയും നേരം നമ്മളോട് വചനം പറഞ്ഞ കർത്താവ് ഇതാ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നോക്കി എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കാം. ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാം ദൈവം തന്നതാണ്. സമ്പത്തും കഴിവുകളും ഒക്കെ ദൈവം തന്നത്. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അധികം നീളുന്നതല്ല. ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിടത്തോളം കാലം ഇനിയും ജീവിക്കണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞു പോയ കാലത്ത് ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന ഓർമ്മകളും അതിനേക്കാൾ ഉപരിയായിട്ട് സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിരാശയിലായിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ ഇനിയും സന്തോഷങ്ങൾ കടന്നു വരും. ദൈവവചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഇന്ന് വചനത്തിലൂടെ ഈശോയെ കേൾക്കുകയായിരുന്നു. ഈശോ പറഞ്ഞു തന്ന വചനം ഇതാണ്: ആകാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്കും നിബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ സമ്പത്തിനോട്, പണത്തോട്, സ്ഥലത്തോട്, സ്വർണത്തോട്, ഈ ലോകത്തിൻ്റെതായ സമ്പത്തിനോട് ആസക്തി കൂടിയത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന വഴികളിൽ പാപത്തിൻ്റെ കെണികളുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ആദ്യം ദൈവം നൽകി എല്ലാത്തിനും നന്ദി പറ. നീ ഒന്ന് ചിന്തിച്ചേ, ഈ ലോകത്ത് നിനക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ലഭിച്ചത് നിൻ്റെ കഴിവുകൊണ്ടല്ല. അത് നിനക്ക് അനുഭവിക്കാനുള്ള അനുഗ്രഹം കിട്ടുന്നത് അതും നിൻ്റെ യോഗ്യതയല്ല. നിൻ്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാവുന്ന ജീവിതമാണ്. വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകുന്നു. അത് നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമായിത്തീരും. നീയും അജ്ഞാതനായിത്തീരും. നീയും അറിയാത്തവനായിത്തീരും. സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ പിന്നാലെ, പണത്തിൻ്റെയും സുഖഭോഗങ്ങളുടെയും ആഡംബരങ്ങളുടെയും ഒക്കെ പിന്നാലെ പോകുമ്പോൾ നീ ഓർക്കുക, ഇതൊക്കെ അവസാനിക്കുന്ന നിമിഷം വരും. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്, ഈ ലോകത്തിലെ സുഖങ്ങളും ഇഷ്ടങ്ങളും തേടി പോകുന്ന വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. ഈ ലോകമോഹങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്നവനാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുക. വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദര സ്നേഹം ഉണ്ടാവണം. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. വചനത്തിലൂടെ നമ്മൾ കേട്ടത് പ്രലോഭനങ്ങൾ, സമ്പത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും ചതിയിലും വഞ്ചനയിലും ഒക്കെ പെടും. സമ്പത്തിന് വേണ്ടി എന്തും ഏതറ്റം വരെ പോകുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ പേരുണ്ട് സമ്പത്ത് കിട്ടാൻ, പണം കിട്ടാൻ എങ്ങനെയും പണം ഉണ്ടാക്കണം. കൈക്കൂലി മേടിച്ചാണെങ്കിലും കുഴപ്പമില്ല, കളനോട്ട് അടിച്ചാണെങ്കിലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റായ മാർഗങ്ങളിലൂടെ ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പണം സമ്പാദിക്കുന്ന വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെ മാത്രമല്ല നശിക്കുന്നത്, നിങ്ങളുടെ കൂടെ വസിക്കുന്നവരുടെ ആത്മാവിനും കൂടി നിങ്ങൾ ക്ഷതമേൽപ്പിക്കുക.
നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തെ നിങ്ങൾ നശിപ്പിക്കുക. പാപം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അഭിഷേകം ഉണ്ടാവില്ല, ആ കുടുംബത്തിൽ അഭിഷേകം ഉണ്ടാവില്ല, അവൻ ജീവിക്കുന്ന സ്ഥലത്ത് അഭിഷേകം ഉണ്ടാവില്ല. പാപത്തിൻ്റെ പടുകുഴിയിൽ അവസാനം കർത്താവ് പഠിപ്പിക്കുന്നത് പോലെ നീ നാശത്തിലേക്ക് തള്ളിയിടും, നീ നിപതിക്കപ്പെടും, നീ നിൽക്കുന്ന സ്ഥലം അജ്ഞാതമായി തീരും. ഹൃദയം തുറന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കുക. അന്യായമായി സമ്പാദിച്ച സ്വത്ത്, പണത്തിൻ്റെ പിന്നാലെ പോയി അതിനുവേണ്ടി എന്തും കാട്ടിക്കൂട്ടിയത് ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും ഇത് അന്യായമായിട്ടാണോ സമ്പാദിച്ചത്. ഒരുപക്ഷെ ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ മദ്യം വിറ്റും മയക്കുമരുന്ന് വിറ്റും അതല്ലെങ്കിൽ ഏതെങ്കിലും തരം പാപത്തരമായ സാഹചര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ടും അങ്ങനെയൊക്കെ പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിൻ്റെ മാതാപിതാക്കളിലൂടെ പൂർവികരിലൂടെ ഒക്കെ കിട്ടിയതാണെങ്കിലും അന്യായമായിട്ട് കിട്ടിയ സമ്പത്ത്, അതുപോലെ തന്നെ നിനക്ക് അർഹതപ്പെടാത്ത സമ്പത്ത് നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെയുള്ള രക്തക്കറ, അതിൻ്റെ മേലെയുള്ള കണ്ണുനീര്, അതിൻ്റെ മേലെയുള്ള വിയർപ്പിൻ്റെ കറ, അത് എന്നും നിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കും. ആ ബന്ധനങ്ങളൊക്കെ അഴിയട്ടെ. സക്കേവൂസ് തീരുമാനിച്ചതാണ് യഥാർത്ഥ കാര്യം. ഞാനത് വിറ്റ് എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും, ബാക്കി ഞാൻ 4 ഇരട്ടിയായിട്ട് ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും. തീരുമാനമെടുക്കുക. അതാണ് രക്ഷയിലേക്കുള്ള വഴി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ ബന്ധനങ്ങളും അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സാമ്പത്തിക മേഖലയിൽ നീ അനുഭവിക്കുന്ന ബന്ധനത്തിന് കാരണം എന്തുമായിക്കോട്ടെ, ആരുടെയെങ്കിലും കണ്ണുനീരോ രക്തക്കറയോ വിയർപ്പുകറയോ ആയിക്കോട്ടെ, ആ മേഖലയിൽ വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ ഈ മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കെട്ടുകൾ അഴിക്കണമേ. പൈശാചിക ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, ഈ ലോകത്ത് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദാനമായ സമ്പത്തിൻ്റെ മേൽ യൂദാസിനെ പോലെ കണ്ണുവെച്ചിരിക്കുന്ന മക്കൾ, അതിനുവേണ്ടി ആരെയും ഒറ്റിക്കൊടുക്കാൻ, മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറാകുന്ന മക്കൾ അനുഭവിക്കുന്നത് അതേ അനുഭവം തന്നെയാണ്. ആത്മഹത്യയാണ് അവർ ചെയ്യുന്നതെന്നുള്ള ബോധ്യം ഇപ്പോൾ നൽകണമേ ഈശോയെ ബോധ്യം നൽകണമേ. എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിക്കണമേ. എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിക്കണമേ. വിശുദ്ധ കുർബാന ഉയർത്തി ആശീർവദിക്കുമ്പോൾ സാമ്പത്തിക മേഖലയിലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും മാറിപ്പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 10ഓളം കുടുംബങ്ങളിലെ സാമ്പത്തിക മേഖലയിൽ കർത്താവ് വലിയ അനുഗ്രഹം വർഷിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരു ഓപ്പറേഷന് വേണ്ടി പണമില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ട് ഈ ദിവസങ്ങളിൽ സഹായിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മകൾക്ക് ഒരു ജോലിക്ക് പോകാൻ വേണ്ടി അല്പം പണം കൂടി ആവശ്യമുള്ള ഒരു കുടുംബത്തെ കർത്താവ് സഹായിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിദേശത്തേക്കുള്ള ജോലിയുടെ വിസ തടസ്സവുമായി കടന്നു പോകുന്ന 7 മക്കളെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ